ഇവൻ നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നെല്ലിയാമ്പതിയിലെ നിവാസികൾക്കും സഞ്ചാരികൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇതുവരെ അവൻ ആരെയും ഉപദ്രവിച്ചതായി അറിവില്ല. ഈ കാട്ടാന നാട്ടിലിറങ്ങിയാൽ ചക്കയെല്ലാം പറിച്ചു തിന്നും. ഇവൻ്റെ എടുത്തുവിരിഞ്ഞ ഭംഗിയുള്ള കൊമ്പുകളാണ് ഏറെ ആകർഷണം. അവ നേർത്തതായതിനാലാണ് അവനെ ചില്ലിക്കൊമ്പൻ എന്ന പേര് വീണത്. ഇവൻ ശാന്തനായിരുന്നു. നാട്ടിലിറങ്ങിയെങ്കിലും ഇതുവരെ ഒരു നാശനഷ്ടവും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. നെല്ലിയാമ്പതിയിൽ തന്നെയാണ് ഇവനെ സാധാരണ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ഇവനെ നെല്ലിയാമ്പതിയുടെ കാവൽക്കാരൻ എന്നും വിളിക്കുമായിരുന്നു. എങ്കിലും ഇവൻ 50 കിലോമീറ്ററോളം സഞ്ചരിച്ച് പൊള്ളാച്ചി ഭാഗത്തും ആനമല കടുവ സങ്കേതത്തിലും യാത്ര പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ് മാസം അവസാനം പറമ്പിക്കുളം ആളിയാറിൻ്റെ ആഴമുള്ള കോണ്ടൂർ കനാലിൽ അവൻ വീണു. മറ്റൊരു ആനയുമായി കുത്തുപിടിച്ച് സാരമായ പരുക്കുണ്ടായതിനാൽ ഭക്ഷണം കഴിക്കാതെ അവശനായിരിക്കുമ്പോഴാണ് വീണത്. അതുകൊണ്ട് കുത്തൊഴുക്കിൽ നീന്തി കരകയറാൻ സാധിച്ചില്ല. അവൻ ഒഴുകി ഏകദേശം 50 കിലോമീറ്റർ അകലെ തിരുമൂർത്തി ഡാമിൻ്റെ സമീപത്തു നിന്നാണ് അവൻ്റെ ജഡം കിട്ടിയത്. ഒഴുക്കിൽ അവനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി. ചില്ലിക്കൊമ്പൻ്റെ വേർപാട് ദക്ഷിണേന്ത്യയിലെ ആനപ്രേമികൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത തീരാ ദുഃഖമാണ് ഉണ്ടാക്കിയത്. നെല്ലിയാമ്പതിയുടെ കാവൽക്കാരനായ ചില്ലിക്കൊമ്പൻ ഇന്നും ജീവിക്കുന്നു ജനഹൃദയങ്ങളിൽ വീരനായി.